ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പന് ഒരു സമ്മാനം കൊടുത്താലോ? നിങ്ങളും ചെയ്യാറുണ്ടോ ഇങ്ങനെ? സമ്മാനം കൊടുക്കുന്നത് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവം നടക്കുകയാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് മൂവാണ്ട മാങ്ങയും അതുപോലെ തന്നെ പേരറിയാത്തൊരു പുളിയുള്ള ടൈപ്പ് മാങ്ങയും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് കണ്ണനും കൂടെ കൊടുക്കണ്ടേ അല്ലേ? അങ്ങനെ കണ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലി അടക്കം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് എന്തുകൊണ്ടാണ് വരണേന്ന് വെച്ചാൽ നമുക്ക് ഭഗവാന്റെ പഴുക്കാമണ്ഡപം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 8 മണി 8:30 ആവുന്ന സമയത്ത് നിങ്ങൾ വരാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ മാങ്ങ സമർപ്പിച്ച നേരത്താണ് അവിടെ ലേലം വിളി നടക്കുന്നുണ്ടായിരുന്നത്. എന്നെ അതിശയിപ്പിച്ച കാര്യം എന്താ വെച്ചാൽ മിഠായി ഉണ്ട്, ഒരു തുണിയിൽ കുറച്ചധികം കുമ്പാരാക്കി ഇട്ടിട്ട് അത് ആരോ ലേലം വിളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മേമയുണ്ട്. മേമ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എപ്പോൾ വരാണെങ്കിലും കണ്ണനൊരു മഞ്ചു വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? കണ്ണന് മിഠായി സമർപ്പിക്കുന്ന ആൾക്കാർ? നമ്മുടെ അമ്പലത്തിൽ പിന്നെ തീരെ തിരക്കില്ലാത്തത് കൊണ്ട് കാല് കുത്താൻ സ്ഥലമില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയ്ക്കധികം ആൾക്കാരുണ്ട്. നാളേക്ക് വേണ്ടിയുള്ള കലവറയുടെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ഉത്സവ സമയത്ത് കാണുന്ന ഈ കലവറയുടെ ഒരുക്കങ്ങൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എല്ലാവരും മട്ടിട്ട് കൂട്ടം കൂടി ഇരുന്ന് എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ കരിഞ്ഞെടുക്കുന്നത് അതൊരു പ്രത്യേക ചന്തം തന്നെയാണ് കേട്ടോ. ഭഗവാന്റെ കരുണയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം ആശാ ശരത്തിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതും നമുക്ക് കാണാൻ സാധിച്ചു.